വേദിയിലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന പ്രിയങ്കരിയായ ദീപാദാസ് മുൻഷി, സെക്രട്ടറിമാരായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ പി വി മോഹനൻ, അരിവഴകൻ, മൻസൂർ അലിഖാൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ, വേദിയിലെ മറ്റ് സമാരാധ്യരായ നേതാക്കന്മാർ, പ്രിയമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പാലോട് രവി. ഞാൻ മറ്റു കാലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ രവിയെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു. 24 മണിക്കൂർ നേരത്തെ നോട്ടീസ് കൊണ്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിച്ച തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാന നേതാക്കളെയും ഞാൻ ആദ്യം അനുമോദിക്കുന്നു. ഞാൻ വളരെ ചുരുങ്ങിയൊരു പ്രസംഗം ചെയ്യുന്നുണ്ട്. 8 വർഷമായി നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു. 8 വർഷം. 8 വർഷത്തിലിടക്ക് 13,50,000 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത 1,35,000 സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കിയതിന്റെ FIR കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല. ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇവിടെ എന്ത് ചെയ്തു 8 വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ എന്താണ് നേട്ടമുണ്ടാക്കിയത്? എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത്? എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ കാതലായ അംശം? ഇവിടെ കൃഷിക്കാരന്റെ പ്രശ്നം എന്താ? തൊഴിലാളികളുടെ കഥയെന്താ? ഇവിടെ നമ്മുടെ സർക്കാർ ആഫീസുകളുടെ സ്ഥിതി എന്താ? ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം, ഒന്ന് പഠിക്കണം. നമ്മളിവിടെ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ നോക്കി കാണുന്നുണ്ടാവും. മലപ്പുറം ജില്ലയിൽ 4 സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ സമ്മതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കുന്ന ഒരു DIGയും SP-യും CI-യും ഞാൻ ചോദിക്കുന്നു, പണ്ടാരോ പറയാറുണ്ട്, അക്കിക്കൊത്ത ശങ്കരൻ മുഖ്യമന്ത്രിക്കൊത്ത പോലീസുകാരെന്ന് പറയുന്നതായിരിക്കും യുക്തി. ഇവിടെ ഒരു നീതിന്യായവുമില്ല, നീതിയുമില്ല, നീതിബോധവുമില്ല. ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ എന്റെ കുടുംബം, എന്റെ കുടുംബത്തിന്റെ സമ്പത്ത്, അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ദൗർബല്യമാണ്. ആ ദൗർബല്യമുള്ളത് കൊണ്ട് തന്നെ അവരെ തെറ്റുകളെ തിരുത്താൻ സാധിക്കാത്ത, കഴിവില്ലാത്ത, നിവൃത്തിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി 8 വർഷം ഈ സംസ്ഥാനം അവർ ഭരിക്കുന്നു. മുഖ്യമന്ത്രി പറയണം, ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമ്പൂതിരിപ്പാളിന്റെ ഭരണം ഉണ്ടായിട്ടുണ്ട്, നായനാരുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്, അച്യുതാനന്ദന്റെ ഭരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടില്ല. ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ അപലപിച്ചിട്ടില്ല. ഈ ഭരണത്തെ ഒന്നും നമ്മൾ ഒരിക്കലും ഇതുപോലെ വിമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അവർ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു, ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ്. ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ടൊരു ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഒന്നുകിൽ CPM എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം. പ്രക്ഷോഭത്തിന്റെ തീച്ചുളയിൽ ഈ സർക്കാരിനെ ചുട്ടുകരിക്കണം. അതിന് മനസ്സുവരിക്കാനുള്ള താല്പര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം. ഇന്നലെയുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം.
യൂത്ത് കോൺഗ്രസുകാർ അവകാശ സമരാണ്. പോലീസിനെ കല്ലെറിഞ്ഞിട്ടില്ല, പോലീസിനെ തെറി വിളിച്ചിട്ടില്ല, പോലീസിനെ തള്ളിയിട്ടില്ല. എന്റെ കുട്ടികളെ, ഒന്നും ചെയ്യാത്ത പാവം കുട്ടികളെ നിരവധി പോലീസുകാർ വളഞ്ഞു വെച്ച് അടിച്ച് തലയും കൈയും കാലും പൊട്ടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു. ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ? ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? പോലീസുകാരുടെ തോന്നിയവാസം, ആ തോന്നിയവാസം തീർക്കാനും മാറ്റാനും പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകണം പിണറായി. മക്കൾക്ക് പണമുണ്ടാക്കിയാൽ പോരാ, കുടുംബത്തിന് പണമുണ്ടാക്കിയാൽ പോരാ. ആ പണമുണ്ടാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും വേണം. ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതാണൊരു ഭരണാധികാരി. പിണറായി വിജയൻ അതാവില്ല എന്ന് ഇതിനകം കേരളം തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത്ര മാത്രമേ എനിക്ക് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സംസാരിക്കാനുള്ളൂ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മേഡം ദിവാദാസ് മുൻഷിയെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയിക്കുന്നു.